രാവിലെ 9:30യോടെയായിരുന്നു കൊല്ലത്തു നിന്നുള്ള അന്വേഷണ സംഘം ശ്വേതയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത്. 1.5 മണിക്കൂർ നീണ്ട മൊഴിക്കിടയിലാണ് വിവാദമായ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശ്വേത വെളിപ്പെടുത്തിയത്. പീതാംബരക്കുറുപ്പും കണ്ടാലറിയാവുന്ന ഒരാളും തന്നെ പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ചു. താൻ കാറിൽ നിന്ന് ഇറങ്ങി വേദിയിലെത്തിയപ്പോഴും ശേഷം കാറിൽ കയറുന്നതുവരേക്കും ഉപദ്രവം തുടർന്നു. ഇതിനിടയിൽ താൻ പലപ്പോഴും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുവെങ്കിലും ഉപദ്രവിക്കുന്നവർ തന്നെ വിട്ടില്ലെന്നും അന്വേഷണ സംഘത്തോട് ശ്വേത പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. മൊഴിക്കിടയിൽ ശ്വേത പലപ്പോഴും പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് ശ്രീവത്സൻ മേനോനാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. സംഭവ സമയത്ത് പരസ്യമായി പ്രതികരിക്കാതിരുന്നത് പൊതുപരിപാടി അലങ്കോലപ്പെടുത്തണ്ട എന്ന് കരുതിയാണെന്നും ശ്വേത മൊഴി നൽകി. കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെയും ശ്വേത മൊഴി നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോട് പലവട്ടം പരാതി പറഞ്ഞിട്ടും കളക്ടർ സംരക്ഷണം തന്നില്ല എന്നാണ് പരാതി. ഇതിനിടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ശ്വേത ബംഗളൂരുവിലേക്ക് തിരിച്ചു. മടങ്ങിയെത്തിയാലുടൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നാണ് സൂചന. മീഡിയ 1 കൊച്ചി.